ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് വാഷിങ്ടൺ DC-യിൽ സന്ദർശനം നടത്തുന്ന വേളയിൽ ഒരു അന്താരാഷ്ട്ര പത്രപ്രവർത്തകൻ, ഒരു വെള്ളക്കാരനായ വ്യക്തി, പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പാർട്ടി മതേതര പാർട്ടിയാണെന്ന് പറയുന്നു, താങ്കളുടെ മുന്നണികൾ മതേതര മുന്നണിയാണെന്ന് പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി, മുസ്ലിം എന്ന പേരുള്ള മുസ്ലിം ലീഗ് എന്ന പാർട്ടി താങ്കളുടെ ഘടകകക്ഷിയാണ്. അങ്ങനെയൊരു പാർട്ടിയെ വെച്ചിട്ട് താങ്കൾ എങ്ങനെയാണ് മതേതര പാർട്ടി എന്ന് വിളിക്കുന്നേ എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന് കാര്യമായിട്ട് പത്രമാധ്യമങ്ങളെ ഇത് ചെയ്യാനോ, അതുകൊണ്ട് അങ്ങനെ ഒരു മുമ്പിലൊരു ഉത്തരം പറയാനോ, പ്രകടമായ രീതിയിൽ ഒരു ഉത്തരം, പെട്ടെന്നൊരു ചോദ്യം വരുന്നതിന് ഉത്തരം പറയാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനില്ല. അപ്പം അദ്ദേഹം ഒരു കണക്കിന് ഉരുണ്ട് വരേണ്ടത് മുസ്ലിം ലീഗിൽ അങ്ങനെയാണ്, നേതാവ് ഇങ്ങനെയാണ്, അത് വളരെ നല്ല പാർട്ടിയാണ്, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരവും ഉഡായ്പകളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു കണക്കിന് തലതപ്പി. ഇന്ന് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു മതേതര പാർട്ടിയാണെന്ന് പലപ്പോഴും പൊക്കി പറയാറുണ്ട് കതറിട്ട കോൺഗ്രസ്സുകാരങ്ങോട്ട് തേനൊലിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവർ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന വേളയിൽ മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടും കാസർഗോഡൊക്കെ ഇവരൊരു 50% ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സീറ്റ് കൊടുക്കുന്ന. എൻ്റെ പൊന്നു കാഫിറുകളെ, നിങ്ങൾ കാഫിറുകളാണ്, നിങ്ങൾക്കൊന്നും സീറ്റ് തരില്ല. അത് കാലാകാലങ്ങളായിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ അവർ ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, GM ബനാത്വാല എന്ന് അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരും ഒരു സുഡാപ്പിയെ ഇവിടെ നിർത്താൻ. കേരളത്തിൽ മലയാളം പോലും അറിയാത്തവനെ കൊണ്ട് നിർത്തി മതത്തിൻ്റെ പേരിൽ ജയിപ്പിക്കും. എന്നിരുന്നാൽ പോലും ഈ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഒരു സീറ്റ് കൊടുത്ത് അവർ ഒരു ഉദാഹരണം പോലും ഉണ്ടാക്കില്ല. ഉദാഹരണം ഉണ്ടാക്കുന്നത് സംവരണ മണ്ഡലം എന്ന് ഗതി കെട്ടുകഴിഞ്ഞ ഒരു UC രാമനെ കൊണ്ട് എവിടെയെങ്കിലും നിർത്തും എന്നല്ലാതെ അവർ സീറ്റ് നൽകുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാത്തതാണോ? കോൺഗ്രസ് നേതാവ് ആൻ്റണി, ഉമ്മൻചാണ്ടി, അതല്ലെങ്കിൽ ഇന്നിരിക്കുന്ന സതീശനൊന്നും അറിയാത്ത കാര്യമല്ല, സുധാകരൻ അറിയാത്ത കാര്യമല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് അറിയാത്ത കാര്യമല്ല. എന്തിനേറെ പറയുന്നു, സന്ദീപ് വാര്യർ എന്ന പുതിയ കോൺഗ്രസ്സുകാരൻ ഏറ്റവും ആദ്യം പോയത് സാദിഖ് അലി തങ്ങളുടെ കാല് പിടിക്കാനാണ്. അപ്പോൾ ഈ കാഫിറുകൾ എന്തിൻ്റെ അർത്ഥത്തിലാണ് ഇത് മതേതര പാർട്ടിയാണ്, ഇവർക്ക് സീറ്റ് കിട്ടും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു 50% സീറ്റ് വേണ്ട, ഒരു 10, 20, 30, 2, 3 സീറ്റ്, 10, 25 സീറ്റോളം കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് 10, 30 സീറ്റോളം വാങ്ങിയെടുക്കുന്നില്ലേ? 25, 30 സീറ്റുകളോളം വാങ്ങിയെടുക്കുന്നുണ്ട്. അതിൽ 2, 3 സീറ്റെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മതേതരത്തിനെ വെറുതെ കാണിക്കാൻ, പറ്റിക്കാൻ, ജനങ്ങളെ പറ്റിക്കാനെങ്കിലും, ആ ക്രിസ്ത്യാനികളെ പറ്റിക്കാനെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ വലിയൊരു മതേതര പാർട്ടിക്ക്. അപ്പോൾ എന്നിട്ട് പോലും ഇവന് പോയി വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനിയുടെയും പ്രബുദ്ധതയും വിദ്യാഭ്യാസവും കോളേജുകളും യൂണിവേഴ്സിറ്റികളും പഠിച്ച് അനുഭവിച്ച ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മാനസിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതായത് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയൊക്കെ കരഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ, ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ പേഴ്സണൽ സ്റ്റാഫ് 10-30 ആൾക്കാരോളം ഉണ്ട് ഓരോ മന്ത്രിക്കും, അതിലൊരു 3-4 ആൾക്കാരെങ്കിലും കയറ്റിക്കൂടാൻ, 5-6 പേരിനെങ്കിലും ഞങ്ങൾ കതറിട്ട് വെളുപ്പിച്ച് നടക്കാണ്. ചാണ്ടിക്കും ഉമ്മൻചാണ്ടിക്കും ആൻ്റണിക്കും കഴുതക്കാമം കരഞ്ഞു തീർക്കുകയല്ലാതെ ലീഗ് ഒരു കാരണവശാലും നമ്മൻ്റെ ആൾക്കല്ലാതെ സീറ്റ് കൊടുക്കില്ല. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വർഗീയവാദി എന്ന് നിങ്ങൾ തിരിച്ച് പറഞ്ഞു തുടങ്ങിയാൽ വർഗീയവാദി എന്ന് പറയും. ധൈര്യം കാണിച്ചവനിപ്പോൾ ഈ കോൺഗ്രസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് 10, 30, 40 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റില്ല ഇതിൽ ലീഗിനെ താങ്ങി നടക്കാനും പറ്റാത്ത സ്ഥിതിയുള്ള ഒട്ടനവധി കോൺഗ്രസ്സുകാരുണ്ട്. ഇടതുപക്ഷത്തുണ്ട്. ഇടതുപക്ഷത്തും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ ചെന്നാലും AA റഹീമും വസീമും ഗിസീമും ഒക്കെയാണ് കാര്യം നടത്തണം. ഇപ്പുറത്താണെങ്കിൽ ലീഗിൻ്റെ കാര്യം നിൽക്കട്ടെ, കോൺഗ്രസിൻ്റെ ഉള്ളിൽ വന്നാലും ആ അധിനിവേശം അൻവർ സാദത്തായിട്ടും ഷാഫി പറമ്പിലായിട്ടും മുഹമ്മദ് ഷിയാസായിട്ടും നടത്താണ്. എന്താണ് കേരള ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഗതി എന്നും ഈ കാര്യം പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ ഒരു ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ കണ്ണ് തുറക്കാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എന്നും ഇരുന്ന് ഇതേ കാര്യം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. തന്നെയല്ല, ഈ പറയുന്നത് ജനാധിപത്യമോ തുല്യതയോ എന്നല്ല.
നിങ്ങൾ 1400 വർഷം മുമ്പുള്ള കല്ലോടും മണ്ണോടും ചേർന്ന് നിൽക്കുന്ന അന്ധകാരത്തിലേക്ക്, സാത്താനിക ബന്ധനങ്ങളിലേക്ക് കൊണ്ടുപോവാമെന്നാണ് ഈ ലീഗിൻ്റെ വിഭാവനം ചെയ്യുന്ന കേരളം. അപ്പോൾ അതിൻ്റെ ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിരുന്ന് പറയുന്നത്, നിങ്ങൾക്കാർക്കും സീറ്റ് തരില്ല, ഒരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സീറ്റ് കിട്ടില്ല. മതേതരത്വം നിങ്ങളെ പറ്റിക്കാൻ പറയുന്നതാണ്, എഴുതി വെച്ചോളൂ. അത് കഴിഞ്ഞ് അധികാരം കിട്ടിയാൽ എല്ലാം പച്ചയാക്കും അവർ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഒരു കാരണവശാലും ലീഗിൽ ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മത്സരിക്കുമെന്ന് സ്വപ്നം കാണണ്ട. അവർ അധികാരം പിടിച്ച് കയ്യേറി ഇതിൽ വരുമ്പോൾ നിങ്ങളെ അടിമയാക്കും. അത് എഴുതി വെച്ചോ നിങ്ങൾ.